അതായത് എൻ്റെ ജന്മദിനത്തിനാണ് എനിക്ക് IPS കിട്ടുന്നത്. അത് അതിനുശേഷം കരിച്ചാറ ജംഗ്ഷനിൽ വെച്ച് ഒരു വലിയ ഈ നമ്മുടെ കരിച്ചാറയിലുള്ള ആളുകളൊക്കെ ചേർന്ന് ഒരു സ്വീകരണം നൽകി. പക്ഷേ ഇനി ഞാനൊരു സ്വീകരണത്തിന് പങ്കെടുക്കാൻ പോവില്ല. ഇതായിരിക്കും എൻ്റെ ഏറ്റവും അവസാനത്തെ IPSുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഏറ്റവും അവസാനത്തെ പരിപാടി. ഇനി ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുക്കാൻ പോകും. പക്ഷേ കരിച്ചാറ ഭഗവതിയുടെ ഈ നടയിൽ ഇവിടെ വെച്ച് കിട്ടുന്ന ഈ സ്വീകരണമായിരിക്കും എൻ്റെ ഈ IPSുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഏറ്റവും അവസാനത്തെ സ്വീകരണം. ഇത് 2 വർഷം മുമ്പ് ഉത്സവത്തിനോടനുബന്ധിച്ചൊരു പരിപാടിയിൽ ഞാനും ശ്രീ ഉബൈദും പങ്കെടുത്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഇപ്പോഴേ മണ്ഡലകാലം തുടങ്ങിയപ്പോൾ ഞാൻ പൂന്തുറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഞങ്ങളൊരു ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയി. അതിനെ തുടർന്നാണ് ഞാൻ ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യരെ തമ്മിൽ ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കൂടുതലും ഉണ്ടായത് അമ്പലപ്പറമ്പുകളിലാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള നാടകവുമായാലും കലയായാലും സംസ്കാരമായാലും നമ്മുടെ എല്ലാം നമ്മൾ പറയുന്ന പാരമ്പര്യമൊക്കെ നമ്മൾ ഈ അമ്പലപ്പറമ്പിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വേർതിരിവില്ലാതെ ഈ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ ഓരോ അമ്പലപ്പറമ്പുകളിലും ആണ് ഉണ്ടായത്. ഇവിടെ ഈ കരിച്ചാറ ഭഗവതിയുടെ നടയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ടത് ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ അമ്മയെയും അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും അച്ഛമ്മയെയും അതുപോലെ തന്നെ സ്നേഹിച്ച പെൺകുട്ടിയെയും ഉപദ്രവിച്ച് അതിൽ 5 പേര് മരണപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരമ്മയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ ദൈവമായി കാണുന്ന, ദേവിയായി കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്നേഹത്തിൻ്റെയും എംബോഡിമെൻ്റ് ടോട്ടലാണ് അമ്മയെന്ന് പറയുന്നത്. ആ അമ്മയെ ഉപദ്രവിക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ സമൂഹം എത്രത്തോളം മാറി, അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എനിക്ക് ഈ രാത്രി 12 മണി കഴിയുമ്പോഴേക്കും ശിവരാത്രി വ്രതം ആരംഭിക്കുകയാണ്. പാലാഴി മദനം നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിലാണ് കാളകൂട വിഷം വരുന്നത്. ഭഗവാൻ പരമശിവൻ ഈ ഭൂമിയിൽ കാളകൂട വിഷം വീണാൽ ഉണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ആ കാളകൂട വിഷം എടുത്ത് വിഴുങ്ങി. എന്നാൽ ശരീരത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഉണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കുന്നതിന് പാർവതി ദേവി കഴുത്തിൽ പിടിച്ചു എന്നും മഹാവിഷ്ണു പുറത്തേക്ക് ഇത് തുപ്പാതിരിക്കുന്നതിന് വേണ്ടി വായ അടച്ചു പിടിച്ചു എന്നും ഒരു രാത്രി മുഴുവൻ കാത്തിരുന്നു എന്നുമാണ് ഐതിഹ്യം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഈ കാളകൂട വിഷം ഇന്ന് ബാധിച്ചിരിക്കുകയാണ്. അത് മയക്കുമരുന്നിൻ്റെ രൂപത്തിലാണെന്നുള്ളതാണ്. ഈ പറയുന്ന കുട്ടിക്ക്, 23 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു ചുറ്റികയും എടുത്ത് ഇത്രയും ആളുകളെ കൊല്ലാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ ഒന്നുകിൽ നോർമലല്ല, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ്. നമ്മുടെ വീട്ടിലെ ചുറ്റുഭാഗത്ത് നമ്മളെപ്പോഴും ഈ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾ തോന്നും ഇത് വെഞ്ഞാറമൂട്ടിലല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പാണ് ഒരു പ്രസവിച്ചതിന് അമ്മയെ തല്ലിക്കൊന്നത് കോഴിക്കോട് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇത് കോഴിക്കോടല്ലേ എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്മമാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ ഒക്കെ കണ്ണു തുറന്ന് ഈ കാളകൂട വിഷത്തിനെ
അകത്തേക്കും പുറത്തേക്കും പോകാതെ തടഞ്ഞു നിർത്തണം. തടഞ്ഞു നിർത്തിയാൽ മാത്രമേ നമുക്ക് ഒരു പുതിയ തലമുറ ഉണ്ടാവുകയുള്ളൂ. അത് എല്ലാവരും കൈകോർത്ത് ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ നാളെ ശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രിയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭഗവതിയുടെ നടയിൽ വെച്ച് നിങ്ങൾ നൽകിയ സ്നേഹം ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇതിന് നിങ്ങളോട് ഞാൻ കരിച്ചാറയിലെ മകനാണ്, അല്ലെങ്കിൽ കരിച്ചാറയിൽ ജനിച്ചതിന് ഉള്ള നന്ദി കൂടി സ്നേഹം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനിങ്ങനെ ഒരു പരിപാടി, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിൻ്റെ മുന്നിൽ വെച്ചാണ് എനിക്ക് സ്വീകരണം തരുന്നത്. എൻ്റെ മാമ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സ്വീകരണം തരുന്നത് സ്വാഭാവികമായും എൻ്റെ ഹൃദയത്തിൻ്റെ എടുത്തു വയ്ക്കുന്നതാണ്. ഇത് എൻ്റെ ഹൃദയത്തിലുണ്ടാകും. നന്ദി. എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. നിങ്ങളോടൊപ്പം എന്ന് ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.